ഷാലോം ടി വിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ചിന്തകളിലൂടെ ജീവിത വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതെങ്ങനെ എന്നത് ഈശോയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-35 വാക്യങ്ങൾ യേശു ഒരല്പം കോപാകുലനായി പറയുന്ന ഒരു വാചകമാണ്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുകയാണ്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ എന്തു ചിന്തയാണ് ഉള്ളത്? ഇത് ലോകത്തിലെ ഒരു മനുഷ്യർക്കും അറിയത്തില്ല. പാശ്ചാത്യ ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത, അവിടെയുള്ള എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൃത്യമായി ലഭിച്ച് അതിന് അവരുടെ പ്രത്യേകമായ പരിശീലനങ്ങൾ സിദ്ധിച്ച സകല മനുഷ്യരും, അവർ മലയാളികളുടെ മക്കളാകാം, ആഫ്രിക്കക്കാരൻ്റെ മക്കളാകാം, യൂറോപ്യൻ്റെ മക്കളാകാം, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാകാം. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരുടെ എല്ലാം പെരുമാറ്റം വളരെ ജെൻറ്റിലായിരിക്കും. കൃത്യമായ ഒരു പഠനം അവർ അവിടെ നടത്തിക്കഴിഞ്ഞാൽ, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ഇതിലെല്ലാം അവർക്ക് ഒരുപോലത്തെ ധാരണയാണ്. നമ്മളുടെ പട്ടാളക്കാരെയൊക്കെ പരിശീലിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ, പട്ടാളക്കാരുടെ എല്ലാം നടപ്പ്, ഇരിപ്പ്, സംസാരം, രീതികൾ, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയാണ്. ഈ രീതി കണ്ടു കഴിഞ്ഞാൽ അവരേത് ഇതിൽപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ചില പരിശീലനങ്ങൾ കൊണ്ട് ചിലരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ മാറാറുണ്ട്. എന്നു കരുതി ഇവരുടെ വ്യക്തിത്വം മാറുന്നില്ല. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായി മനുഷ്യരോട് ഇടപഴകുന്ന ആളുകളുടെ ഉള്ളിൽ, ഹൃദയത്തിൽ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഈശോ പറഞ്ഞതുപോലെ അവർ സംസാരിക്കുന്ന സമയത്ത് വെൽ ട്രെയിൻഡ് ആയിട്ട് അവരുടെ വാക്കുകൾ കൃത്യമായി വരുമെങ്കിലും അവരുടെ ചിന്തകളാണ്, അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചിന്തകളാണ് അവരെ യഥാർത്ഥത്തിൽ അവരാരാണെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്നത്. നമുക്കറിയാം, യേശുവിനോട് ചിലരൊക്കെ വളരെ പോളിഷ്ഡായിട്ട്, വളരെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കർത്താവിനെക്കുറിച്ച് നമ്മുടെ പറയുന്നൊരു വചനം ഇതാണ്, യേശു അവരെ വിശ്വസിച്ചിരുന്നില്ല, കാരണം അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ, ഇത് നമ്മളെല്ലാവരും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണേലും നമുക്ക് കർത്താവിൻ്റെ അടുത്ത്, വചനം തന്നെ പറയുന്നുണ്ട്, പ്രഭാഷകനിൽ പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ അടുത്ത് നീതിമാനാണെന്ന് നടിക്കരുതെന്ന് പറയുന്നത്. അതായത് കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന കർത്താവിന് നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്നറിയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അച്ചടക്കത്തോടെ സംസാരിക്കുമെങ്കിലും നമ്മുടെ വായിൽ നിന്ന് കൃത്യമായ സാധനങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ഉള്ളിലുള്ള സാധനമായിരിക്കും പുറത്തേക്ക് വരിക. എന്താണ് കർത്താവ് പറയുന്നത്? ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ഒരാളെ അശുദ്ധനാക്കുന്നത് എന്താണ് എന്ന് പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ അറിയണം, ദൈവം ഒരാളെ അശുദ്ധനാണെന്ന് വിളിക്കുന്നത്, അവൻ കൊട്ടാരത്തിൽ താമസിച്ച് അവൻ രാസവസ്തുക്കളിട്ട വെള്ളത്തിൽ കുളിച്ച് അവൻ്റെ ശരീരത്തിലെ മുഴുവൻ കീടങ്ങളെയും കൊന്ന് വൃത്തിയായി പെർഫ്യൂമും ഇട്ട് ഏറ്റവും ക്ലീനായിട്ടുള്ള വസ്ത്രവും ധരിച്ച് ഇറങ്ങുമ്പോൾ, ഈ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ അവൻ കാണുന്നത് ഒരു കാട്ടുപ്രദേശത്ത് ഭക്ഷണം കഴിക്കാനില്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരാൾ കുപ്പത്തൊട്ടിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവനെയും കാണുകയാണ്. ഈ രണ്ട് മനുഷ്യരെയും കാണുമ്പോൾ പാവപ്പെട്ടവരുടെ സാഹചര്യത്തിൽ ജീവിക്കുന്നവനായ അവനെ കർത്താവ് അശുദ്ധനെന്നും കുളിച്ച് വൃത്തിയായി ഭംഗിയായി മണവുമടിച്ച് നടക്കുന്ന ഇവനെ
ശുദ്ധനെന്നും പറയുകയാണെങ്കിൽ അത് കർത്താവല്ലല്ലോ. കർത്താവിന് ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ അറിയാം. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഞാൻ ശുദ്ധി നിർണ്ണയിക്കുന്നതൊന്നും കൊണ്ടല്ല, ഞാൻ ശുദ്ധി നിർണ്ണയിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ചിന്തകൾ എങ്ങനെയാണ് നീ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നീ ശുദ്ധനാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ നീ കൈ കഴുകിയോ നീ കുളിച്ചോ നിൻ്റെ ഡ്രസ്സ് അഴുക്കില്ലാത്തതാണോ, ഇതൊക്കെ നാട്ടുകാർ പറയുന്നതാണ്, ലോകം പറയുന്നതാണ്. ദൈവമായ ഞാൻ പറയുമ്പോൾ അങ്ങനെ എനിക്ക് പറയാനാവില്ല. കാരണം എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങൾ അറിയണം. ഞാൻ വിലയിരുത്തുന്നത് അവൻ്റെ മനസ്സ് നോക്കിയിട്ടാണ്. സുഭാഷിതങ്ങൾ 23-24 ഇങ്ങനെ പറയാം: നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക, കുടില ഭാഷണത്തെ ദൂരെ കളയുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയാണ്, നിന്റെ ഹൃദയത്തെ നീ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. നിന്റെ ഹൃദയം എന്ന് ആ ചിന്തയുടെ മണ്ഡലത്തെ നീ സൂക്ഷിക്കണം. അത് എന്താണ് നീ അവിടെ ചിന്തിക്കുന്നതെന്ന് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ജീവൻ്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നുള്ളൂ, പരിശുദ്ധാത്മാവ് ഒഴുകാൻ പോകുന്നത് ചിന്തയുടെ ഉറവിടമായ ഒരു സ്ഥലത്ത് നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് ഒഴുകാൻ പോകുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എവിടെ നിന്നാണ് ഒഴുകുന്നത്? നിൻ്റെ ചിന്തയുടെ ഉറവിടമൊക്കെയായ നീ ചിന്തകൾ കാത്തു സൂക്ഷിക്കുന്ന നിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകാൻ പോകുന്നത്. അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കുക, നീ വളരെ സൂക്ഷിക്കണം. ജീവൻ്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സങ്കീർത്തനം 14:1-2 ഇത് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന വചനമാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഈ മൂഢൻ ഇത് സംസാരിക്കുന്നത് തൻ്റെ ഹൃദയത്തിലാണ്. ദൈവമൊന്നും ഇല്ലെന്നേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം, ഇതൊക്കെ ചെയ്താൽ മതി. ഇത് ഇവൻ്റെ ഉള്ളിലാണ് പറയുന്നത്. ഇവൻ പുറത്ത് പറയുന്നതിന് മുമ്പ് ഇവൻ്റെ ഉള്ളിൽ, ഇവൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നവൻ മ്ലേച്ഛമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നിയമമാകുന്നതിനും അതിനൊക്കെ അംഗീകാരം കിട്ടുന്നതിനും വേണ്ടി നിലപാടെടുക്കും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല എന്നവൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് മ്ലേച്ഛതകൾക്ക് അവൻ അനുവാദം കൊടുക്കും. ഇതിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയായാൽ പോലും ദൈവമുണ്ട് എന്ന ബോധ്യമുള്ള ഒരാൾ ദൈവത്തോടുള്ള ഭയത്താൽ മ്ലേച്ഛതകളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നാൽ ദൈവമില്ല എന്നൊരുത്തൻ പറയുമ്പോൾ അവൻ പിന്നെ മ്ലേച്ഛതകൾക്കെല്ലാം ആ ഹൃദയത്തിൽ അവൻ അങ്ങനെ പറയുന്നതിനാൽ അവൻ ബാക്കിയുള്ള മ്ലേച്ഛതകളെയും പ്രോത്സാഹിപ്പിക്കും. എന്നിട്ട് പറയുകയാണ്, നന്മ ചെയ്യുന്നവർ ആരുമില്ല, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുകയാണ്, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് കർത്താവിന് മനസ്സിലാകുന്നത്? ദൈവത്തെ ഒരാൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ കാണും. ഇന്നലെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ജീവിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്നത് വരെ എടുത്തുള്ള 24 മണിക്കൂർ നിങ്ങൾ ആലോചിക്കുക. ഈ ആലോചന, ഈ 24 മണിക്കൂർ സമയത്തിൽ ദൈവത്തെ തേടുന്ന മനസ്സ് എപ്പോഴാണ് നമുക്കുണ്ടായിരുന്നത്? ദൈവത്തിലേക്ക് വരണം, ദൈവത്തിൻ്റെ കൂടെ പോകണം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. അതാണോ? ഒരു നല്ല മെച്ചപ്പെട്ടൊരു വീട് കൂടെ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല സ്ഥലം വേണം, കുറച്ചുകൂടെ ആഭരണങ്ങൾ വാങ്ങിക്കണം. ഇതിലേത് ചിന്തയാണ്? നല്ലൊരു കാറ് വേണം. എന്തിനെയാണ് നമ്മളുടെ ഹൃദയം തേടിയത്? ദൈവത്തെ തേടുന്ന ഹൃദയമുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുകയാണ്. ദൈവം ഉണ്ടെന്നിങ്ങനെ സൈഡിൽ പറഞ്ഞാൽ പോരാ, ദൈവത്തെ തേടുന്ന ഹൃദയമാണോ നമ്മുടെ ഹൃദയം എന്നതാണ് ദൈവം നോക്കുന്നത്. മനസ്സിലായില്ലേ? കർത്താവിനെ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പള്ളിയിൽ പോയി നിന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് നോക്കുമ്പോൾ അവിടെ തേടുന്നത് ഈ കർത്താവിനെ കൊണ്ട് എനിക്കൊരു കാറ് വാങ്ങണം, അവിടെ തേടുന്നത് ഈ കർത്താവിനെ കൊണ്ട് എനിക്ക് കുറച്ച് കാശുണ്ടാക്കണം. അപ്പോൾ ഹൃദയം തേടുന്നത് എന്താ? കാശും കാറും. പോയി നിൽക്കുന്നത് എവിടെയാ? പള്ളിയിലും. പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധനയ്ക്ക് പോകുമ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ ഒക്കെ നടക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഹൃദയം തേടുന്നത് എന്താണ്? ദൈവത്തെയാണോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം തരുന്നതായ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവമക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിനയിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയം തേടുന്നത് എന്താണ്? കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വചനം നമുക്ക് തരുന്ന ഒരു പാഠം നമ്മൾ ഒരു വലിയൊരു പ്രാക്ടീസ് നമുക്ക് ഇതിനകത്തും തുടങ്ങാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് നേരം ചിന്തിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് എന്നതിനെ അനുസരിച്ചാണ് നമ്മളെ ദൈവം വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോധപൂർവമായി നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് തീരുമാനിക്കണം എന്നതാണ് ഞാൻ ഈ
സമയം നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്, കേൾക്കുന്ന എല്ലാവരോടും. കാരണം നമുക്ക് രണ്ട് രീതിയിൽ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന്, നമ്മളുടെ ജഡത്തിൻ്റെ ചോദനകളനുസരിച്ച് ജഡം തരുന്ന ഇമ്പൾസസിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പോകും. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, അപ്പോൾ ഉടനെ നമ്മുടെ ജഡം ഈ ആളുമായി ബന്ധപ്പെട്ട നമ്മുടെ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മ തരുന്നു. ഉടനെ ഈ ജഡം തരുന്ന ഓർമ്മകൾക്കനുസരിച്ച് നമ്മൾ ഒരു 1/4 മണിക്കൂർ അയാൾക്കെതിരെ ചിന്തിക്കുന്നു, അയാൾക്ക് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്നു, അയാൾ ചെയ്തതൊന്നും ശരിയല്ല എന്ന് പറയുന്നു, നമ്മുടെ ഉള്ളിൽ കോപം ആളിക്കത്തുന്നു. ഇതൊന്നും ആ ജഡം ആ സമയത്ത് നമ്മളിലേക്ക് തന്ന ഒരു ചെറിയ തീപ്പൊരിയാണ്. അത് വെച്ച് പിന്നെ നമ്മുടെ ചിന്ത അങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ കാണുന്നു. നമ്മൾ ഒരു നല്ല കാറ് കാണുന്നു, പുറത്തുകൂടെ റോഡിലൂടെ പോകുന്നൊരു കാറ് കാണുകയാണ്, വളരെ വിലപിടിപ്പുള്ള നല്ലൊരു കാറ്. എൻ്റെ കാറിന് ഈ ഭംഗിയില്ല. ഉടനെ കാറിനെ കുറിച്ചുള്ള ചിന്തയായി, ഇതുപോലത്തെ കാറ് വാങ്ങണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ വേണം, അത്ര ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പിന്നെ ആ ചിന്ത അങ്ങനെ പോവുകയാണ്. അതായത് നമ്മുടെ ജഡം നമുക്ക് തരുന്ന ചോദനയ്ക്കനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരു ചിന്തയാണ്, ഒരു രീതിയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എന്തു ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഉദാഹരണത്തിന് ഈ ഭാരതത്തിൽ തന്നെ വലിയ തത്വചിന്തകന്മാരൊക്കെ പറയുന്ന ഒരു സാധാരണ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ, ഫിലോസഫേഴ്സൊക്കെ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ചിന്തയെക്കുറിച്ച് വളരെ രസകരമായൊരു ഉദാഹരണമാണത്. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൈ തോന്നിയതുപോലൊക്കെ നടക്കുകയാണ്, തോന്നിയതുപോലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കാല് തോന്നിയതുപോലൊക്കെ സഞ്ചരിക്കുകയാണ്, നമ്മുടെ തല തോന്നിയതുപോലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. പകരം നമ്മൾ എന്തു ചെയ്യും? അതിനെ നമ്മൾ പിടിച്ചു നിർത്തും. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാലുകൊണ്ട് നടക്കും, കൈകൊണ്ട് നടക്കും. ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്ത ഒരുപാട് അവയവങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കിഡ്നി നമുക്ക് ഒരു പിടിയുമില്ല, ഇതെന്താ ചെയ്യുന്നത് പോലും നമുക്കറിയത്തില്ല. നമ്മുടെ ലിവർ എന്താണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ കൈയും കാലും ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നീങ്ങും. അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ അറിയാതെ ഇവിടെ ഒരു കൊതുക് വന്നിരുന്നാൽ നമ്മൾ പോലും അറിയത്തില്ല, കൈ തനിയെ ആ കൊതുകിനെ അടിച്ചു കൊല്ലും. അപ്പോൾ ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്നാൽ, ഇച്ചിങ് വന്നാൽ നമ്മൾ അറിയാതെ തന്നെ മറ്റേ കൈ വന്നത് ചൊറിയും. പക്ഷേ നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുമുണ്ട്, നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളുമുണ്ട്. എന്നാൽ കൈയും കാലും ബഹുഭൂരിപക്ഷ സമയവും നമ്മളുടെ പരിപൂർണ്ണ നിയന്ത്രണത്തിലാണ്. എന്നാൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ വഴിവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ മനസ്സും സ്വയമേ ഇതുപോലെ ഇൻവോളണ്ടറി ആയിട്ടും പ്രവർത്തിക്കും, നമ്മൾ അറിയാതെയും പ്രവർത്തിക്കും, നമ്മൾ അറിഞ്ഞും പ്രവർത്തിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സ് അറിയാതെ പ്രവർത്തിക്കുന്ന വഴിക്ക് മനസ്സിനെ വിടുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വരെ ചെയ്യുന്നത്. ശരിയാണോ അല്ലയോ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിന് ആരാണോ പ്രചോദനം തരുന്നത് ആ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞകാല ഓർമ്മകൾ, നമ്മുടെ ശരീരം നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ചില ഡാൻസ് അല്ലെങ്കിൽ ചില ലൈംഗിക വൈകൃതങ്ങൾ, ഇങ്ങനെ ജഡം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുടെ പുറകെയൊക്കെ മനസ്സ് പോകും. അതായത് സ്വന്തം ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ചിന്തിക്കാനുള്ള കഴിവ് തരുന്ന ഭാഗം. ആ ഭാഗത്തെ ഒട്ടും കെയർ ഇല്ലാതെ ഉപയോഗിക്കുന്നവരായി നമ്മൾ മാറുന്നതിലൂടെയാണ് നമ്മൾ അശുദ്ധരാകുന്നതെന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അശുദ്ധരാകുന്നത് അങ്ങനെ നമ്മുടെ ശരീരം അഴുക്കി പോയിരിക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശുദ്ധത നിർണ്ണയിക്കുന്ന ഭാഗമായ മനസ്സിനെ അവിടെ ഇവിടെയും കൊണ്ടിടുന്നതിലൂടെയാണ് നമ്മൾ അശുദ്ധരാകുന്നത്. അതുകൊണ്ട് എന്ത് ചിന്തിക്കണം എന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ മഠയര് നമ്മളാണ്. നമ്മുടെ വീട്ടിലൊരു കാറുണ്ടായിട്ട് ആ കാറിന് തോന്നിയ വഴിക്കേക്ക് ഇങ്ങനെ പോകുന്നൊരു കാറാണെങ്കിൽ നമ്മൾ ആ കാർ തല്ലിപ്പൊട്ടിച്ച് കളയത്തില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സ് അങ്ങനെ തോന്നുന്ന വഴിക്ക് പോകാൻ പാടില്ല. അതാണ് ഈശോ പറയുന്നത്. അതിനെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവിക വഴികളിൽ കൊണ്ട് വെക്കണം. അപ്പോൾ എന്തു ചെയ്യണം? മനഃപൂർവ്വം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സ്വയം ചിന്തിക്കണം. കാര്യം നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സ്വയം ചിന്തിക്കണം. ഇതിന് നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് പലപ്പോഴും ധ്യാനങ്ങൾ, ചില ആത്മീയ പ്രഭാഷണങ്ങൾ. ഇതെല്ലാം ഇതിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് അതൊക്കെ കേൾക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ, നമ്മുടെ കാതിലൂടെ ഇത് കടന്നു വരുമ്പോൾ, നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഇവയിൽ നിന്നുള്ളൊരു പ്രചോദനം കിട്ടിയിട്ട് നമ്മുടെ ബുദ്ധി കുറേ നേരം അതിനെക്കുറിച്ച് ചിന്തിക്കും.
ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ചിന്തകൾക്ക് കാരണമായ ഘടകങ്ങൾ നമ്മൾ നിശ്ചയിക്കണം. നമ്മൾ എന്ത് ചിന്തിക്കണം? ബൈബിൾ എല്ലാ ദിവസവും ഒരു മണിക്കൂറോ അല്ല അരമണിക്കൂറോ ഒക്കെ വായിക്കുന്ന, അല്ലെങ്കിൽ ആഴ്ചയിൽ കുറേ അധികം സമയം ബൈബിൾ വായിക്കാൻ സമയം ചെലവഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ അയാളുടെ ചിന്തയെ സ്വാധീനിക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കണം എന്ന് കർത്താവ് സൂചന തരിക. തോന്നിയതൊക്കെ ചിന്തിപ്പിക്കരുതെന്ന് കർത്താവ് വചനത്തിലൂടെ പറയാം. അപ്പോൾ എന്തു ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ വചനം പറയുന്ന പാവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇതൊക്കെ പറയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ദുഷ്ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്നതിന് പകരം നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. വിശുദ്ധി, അതിൻ്റെ ഗുണം എന്താണ്? അത് തരുന്ന നന്മ എന്താണ്? അതിൻ്റെ പ്രസക്തി എന്താണ്? വിശുദ്ധിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ട് അതിങ്ങനെ ചിന്തിക്കുക. ആ വചനത്തിൽ പറയുന്ന വിശുദ്ധിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ചിന്തിക്കുക. അതെനിക്ക് എന്തൊക്കെ നന്മകൾ തരും? വീണ്ടും അതുപോലെ തന്നെ നമ്മൾ കൊലപാതകമെന്ന് കാണുകയാണ്. ഈ കൊലപാതകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിന് പകരം നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തകൾ നമ്മൾ സ്വയം കൊണ്ടുവരണം മനസ്സിൽ. അങ്ങനെ വരുമ്പോൾ ഈ ചിന്തകൾക്ക് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പുണ്യത്തെ സ്നേഹിക്കുന്നത് മനഃപൂർവ്വം ചെയ്യണം. ഇരിക്കുന്ന അമ്മ ത്രേസ്യയൊക്കെ അങ്ങനെ പുണ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ, സ്നേഹിക്കണം, എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കണം, ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും സ്നേഹിക്കണം, ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നില്ല, അത് പോരാ, ഞാൻ ഇനിയും ഇങ്ങനെ ചിന്തിക്കും, മനഃപൂർവ്വം ചിന്തിക്കും. കാരണം എന്താണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാനത് ചെയ്യണ്ടേ? അങ്ങനെ സ്വയം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനെതിരായ ചിന്തകൾ പ്രബലപ്പെടില്ല. ഇത് നമ്മുടെ പരിശ്രമമോ. ഇങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചിന്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത് ദൈവം കാണുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ സഹായിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ തോന്നുകയാണ് ഇന്ന് രാത്രി ബാറിൽ പോകണം. അപ്പോൾ നമ്മൾ ശരീരത്തെ പിടിച്ചു നിർത്തുന്നു. അത് ദൈവം സന്തോഷിക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് ഒരു അവയവം മനസ്സ് ബാറിൽ പോകണ്ട. മനസ്സ് ബാറിൽ പോകാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ, ബാറിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സവിടെ എത്തി. ആ മനസ്സിനെ അവിടെ കൊണ്ടുപോകരുത്. പകരം ഒരു ആരാധനയ്ക്ക് കൊണ്ടുപോകുക മനസ്സിനെ. വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ പള്ളിയിലിരിക്കുന്ന സക്രാരിയെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്നിട്ടൊന്ന് ആരാധിച്ച് നോക്കിക്കേ. ഇങ്ങനെ നമ്മൾ എൻറ്റയർലി ജഡത്തിൻ്റെ ചോദനകൾക്ക് വിരുദ്ധമായ സാധനങ്ങൾ മനഃപൂർവ്വമായി ചിന്തിക്കാൻ പറ്റും. മനഃപൂർവ്വമായി അങ്ങനെ കുറച്ച് നാൾ നമ്മൾ മനഃപൂർവ്വമായി ചിന്തിക്കുകയും നല്ല ചിന്തകൾ രൂപപ്പെടുത്തണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്ന കഴിവാണ് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത്. ആ കഴിവ് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പരിശ്രമം കാണുന്ന ദൈവം നമുക്ക് അത്ഭുതകരമായ നല്ല വിശുദ്ധിയുള്ള ചിന്തകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ തുടങ്ങും. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ നിരന്തരം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വായിക്കുകയും കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചിലപ്പോൾ ചില മോട്ടിവേഷണൽ ക്ലാസ്സിലൊക്കെ ആളുകൾ പറയും, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അതായത് ചിലപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നെപ്പോളിയൻ പറഞ്ഞൊരു കാര്യം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ നെപ്പോളിയൻ പറഞ്ഞ മനുഷ്യന് ഒന്നും അസാധ്യമല്ലെന്നൊക്കെ പറഞ്ഞ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം അങ്ങോട്ട് ആവേശം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ചിന്തിച്ചു. അതായത് മറ്റ് മഹാന്മാരൊക്കെ പറഞ്ഞ വചനങ്ങൾ തന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. അത് ഈ ലോകത്തിലെ എല്ലാവരും ചെയ്യും. കാര്യം അവർക്ക് വചനം അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ഉള്ളൊരു കമ്മ്യൂണിറ്റിയിൽ. എന്നാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്തിനാ മറ്റു പലരുടെയും കാര്യങ്ങൾ അധികം നോക്കുന്നത്? അതൊക്കെ നല്ലതാണ്, നല്ലതൊക്കെ വായിച്ചാൽ. പക്ഷേ നമുക്ക് മോട്ടിവേഷൻ കിട്ടാൻ നമുക്ക് ബൈബിളുണ്ട്. ബൈബിളിൽ എടുത്തിട്ട് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കുന്ന വചനങ്ങൾ കാണാതെ പഠിച്ച് അത് ആവർത്തിക്കുക, പലതവണ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇതൊക്കെ ബൈബിളിലെ വചനമാണ്. ബൈബിളിലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇങ്ങനെയുള്ള വചനങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഓരോരോ വചനങ്ങൾ, കർത്താവിൻ്റെ ബൈബിളിലെ ശാസനകൾ നമുക്കെടുക്കാം. ഈ ശാസനകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ബൈബിളിലെ കർത്താവിൻ്റെ ശാസനകൾക്ക് കർത്താവ് ഏത് പാപത്തിനെതിരെ ശാസിക്കാനായി ആ വചനം ഉപയോഗിക്കുന്നുവോ
ആ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ തരുവാനുള്ളൊരു പവർ ആ വചനത്തിനകത്തുണ്ട്. നാട്ടുകാർ നമ്മളെ ശാസിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ശാസന. അത് എപ്പോഴും ഓർത്തോണം. ദൈവത്തിൻ്റെ ശാസന എടുത്തു കഴിയുമ്പോൾ അയ്യോ ഇത് ദൈവം ഇങ്ങനെ ഇത്രയും ചൂടായിട്ട് പറയുന്ന ഈ വചനം എനിക്ക് വേണ്ട, ഞാൻ അടുത്ത വചനത്തിലോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയരുത്. കാരണം ദൈവം ശോഭിക്കുന്നതായി കാണുന്ന, വളരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ, നമുക്ക് വേദന തോന്നുന്ന രീതിയിൽ നമ്മളെ ശാസിക്കുന്നതായി കാണുന്നൊരു വചനം കിട്ടിയാൽ ആ വചനം എടുത്തു വെച്ചത് ആവർത്തിക്കണം. കാരണം ആ വചനത്തിൻ്റെ ഉള്ളിൽ നമ്മളെ രക്ഷിക്കാനുള്ള ശക്തി അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ വചനം നമ്മൾ ആവർത്തിച്ച് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ശരീരം ആ വചനത്തിൻ്റെ അധികാരത്തിന് മുമ്പിൽ, ആധിപത്യത്തിന് മുമ്പിൽ കീഴടങ്ങുകയും നമുക്ക് ആ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഉപയോഗിച്ച് നമ്മളിലേക്ക് ജീവൻ കടന്നു വരികയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം. അപ്പോൾ നമുക്ക് ദൈവം ജീവൻ പകരുന്നതായ വചനങ്ങൾ തരും. ഈ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ചിന്തിക്കാൻ. ഇപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരാൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ ചെയ്യേണ്ടത്, ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒരുപാട് റിസോഴ്സസ് ലഭ്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് കേരള കത്തോലിക്കാ സഭയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്. എളിമയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എളിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. സ്നേഹത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സ്നേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. ഏത് കാര്യത്തിനും അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഗുരുനാഥന്മാർ എഴുതിയത് അവരുടെ അടുത്തിരുന്ന് പഠിക്കുന്നത് പോലെ കാണാൻ പറ്റും. ധാരാളം പ്രഘോഷണങ്ങൾ യൂട്യൂബിലുണ്ട് പല വിഷയങ്ങളെക്കുറിച്ച്. സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സ്നേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രഭാഷണങ്ങൾ നോക്കുക, കേൾക്കുക, ആ വചനങ്ങൾ എടുക്കുക, ആ ദൈവിക മക്കൾ പറഞ്ഞിരിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുക, അവർ കോട്ട് ചെയ്തിരിക്കുന്ന വചനങ്ങൾ എടുക്കുക, ബൈബിളിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വചനങ്ങൾ എടുക്കുക, കാണാതെ പഠിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക, ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ കേൾക്കുക. ഇങ്ങനെ ഒരു മാസമൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ തനിയെ വരാൻ തുടങ്ങും. നമ്മളുടെ ദൈവസ്നേഹ വിരുദ്ധമായ ചിന്തിക്കുന്ന ശൈലിക്കൊരു മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തയുടെ രീതി മാറും. അപ്പോൾ ഈശോ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ദൈവസ്നേഹത്തിന് നിരക്കാത്ത, പരദൂഷണം പറയുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. പരദൂഷണം അശുദ്ധിയുടെ ലക്ഷണമാണെന്ന് യേശു പറയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ രീതി മാറി. കാരണം നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു നമുക്കിങ്ങനെ എപ്പോഴും പരദൂഷണം പറയുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്, ഞാനിനി പരദൂഷണം പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാനിനി മറ്റുള്ളവരുടെ നന്മ പറയണം. അപ്പോൾ ഞാൻ പരദൂഷണം പറയുന്നതിനേക്കാളും മറ്റുള്ളവരുടെ നന്മ പറയാൻ തുടങ്ങും. എന്നിട്ട് അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഏതെങ്കിലും ഒരാൾ വരുമ്പോൾ അയാളോട് അയാളുടെ നന്മ പറയണം, അയാളെ പ്രശംസിക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുകയും അതിനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പരദൂഷണത്തോടുള്ള നമ്മുടെ ആ ഒരു ഇഷ്ടം അങ്ങോട്ട് ഇല്ലാതെയാവുകയും നന്മ പറയുന്ന സ്വഭാവം നമുക്ക് വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈശോ നമ്മളോട് പറയും, ഇപ്പം നീ അശുദ്ധനല്ല കേട്ടോ, നീ ശുദ്ധിയുള്ള മനസ്സുള്ള ഒരാളായി തീർന്നിരിക്കുകയാണ്. നീ പരദൂഷണവും നിർത്തി, നീ അശുദ്ധിയും നിർത്തി, നീ ദുർവൃത്തിയും നിർത്തി, നിൻ്റെ വ്യഭിചാര ചിന്തകളും നിന്നു, എല്ലാം നിന്നു. അതുകൊണ്ട് മനസ്സിൽ പുണ്യപൂർണമായ ചിന്തകൾ, ദൈവസ്നേഹം നിറഞ്ഞ ചിന്തകൾ നിറയ്ക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സ്വയം പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കും. ഈ ആത്മാവ് വന്ന് നമ്മുടെ പഴയ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസള ഹൃദയം തരും. പക്ഷേ സ്വയം പരിശ്രമിക്കാത്തവന് കർത്താവിൻ്റെ സഹായം ലഭിക്കുകയില്ല. നമ്മൾ സ്വയം മാറ്റാൻ പരിശ്രമിക്കുന്നിടത്താണ് കർത്താവ് വലിയ സഹായവുമായി വരിക. നമ്മൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി 100 ചുവട് വയ്ക്കും. അങ്ങനെ കാണുവാനുള്ള ഒരു വലിയ ഭാഗ്യം, ആ വലിയ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ അശുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളും പ്രവണതകളും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. കർത്താവെ, ശുദ്ധമായ നന്മ നിറഞ്ഞ ചിന്തകൾ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞ ചിന്തകൾ വന്ന് ഞങ്ങളും വിശുദ്ധരായി തീരുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.